നോമ്പ് ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ട കാലഘട്ടം. നോമ്പ് ചിലതിനെയൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ട കാലഘട്ടം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലം വളരെ ചുരുങ്ങിയതായിരുന്നു. 3.5 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പരസ്യ ശുശ്രൂഷയാണ് യേശു ഈ ലോകത്തിന് കാഴ്ചവയ്ക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തന്റെ ശിഷ്യന്മാരായി 12 പേരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നുണ്ട്. കർത്താവ് കടൽക്കരയിൽ പോയി ചില മുക്കുവന്മാരായിരുന്നവരെ തന്റെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്ന ഭാഗം സുവിശേഷങ്ങളിൽ വ്യക്തമാണ്. ശീമോൻ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും എല്ലാം ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തങ്ങളുടെ തൊഴിലുകളുടെ മധ്യയായിരുന്നവരുടെ അരികിൽ ക്രിസ്തു കടന്നുപോയി അവരെ തന്റെ ശിഷ്യന്മാരായിട്ട് ക്ഷണിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, ഈ വള്ളവും വലയും ഉപേക്ഷിച്ച് നിങ്ങൾ എന്റെ പിന്നാലെ വരുവാൻ തയ്യാറായാൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കാം. മീൻ പിടിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കാം. അവരുടെ തീരുമാനം പെട്ടെന്നായിരുന്നു. അവർ വള്ളവും വലയും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ചു. പ്രിയ ദൈവജനമേ, ഈ നോമ്പിന്റെ കാലഘട്ടം ചിലവൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള കാലമാണ്. നാം സുരക്ഷിതമായ ചില ഇടങ്ങളിൽ പെട്ടുകിടക്കുന്നവരാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ സുരക്ഷിത വലയങ്ങൾക്ക് അപ്പുറത്തേക്ക് പ്രവേശിപ്പാൻ നമുക്ക് കഴിയണം. വള്ളവും വലയും ഒരു മുക്കുവിനെ സംബന്ധിച്ച് തന്റെ ദൈനംദിന ജീവിതത്തിന് ഏറ്റവും പരമപ്രധാനമാണ്. ഓരോ ദിവസവും ഈ വള്ളവും വലയുമായി കടലിലേക്ക് കടന്നുപോയെങ്കിൽ മാത്രമേ ആ ഭവനത്തിന് വരുമാനം ഉണ്ടാവുകയുള്ളൂ. അവരുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. എന്നാൽ തങ്ങൾക്ക് സുരക്ഷയായിരുന്ന നിലനിൽപ്പുകൾക്ക് അപ്പുറത്ത് ദൈവ വിളിക്ക് പ്രാധാന്യം നൽകുമ്പോഴാണ് മനുഷ്യരെ പിടിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത്. ഈ കാലഘട്ടം, നോമ്പിന്റെ കാലഘട്ടം, ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടേതാകുന്ന ചില സുരക്ഷകളെ, ചില ശീലങ്ങളെ മാറ്റിവെക്കാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ചില അവസ്ഥകളെ മാറ്റി ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതാണ്. കർത്താവിന്റെ വിളിയോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.